ഇവിടുന്ന് ഒന്ന് രണ്ട് ആൾക്കാർ ഞങ്ങളോട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഈ ലൊക്കേഷനിൽ വരരുത്, ഭാഗത്ത് രാത്രി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഒന്ന് രണ്ട് വണ്ടി വന്നപ്പോൾ ഞങ്ങൾ എന്താ അറിയോ, ഈ ക്യാമറ തിരിഞ്ഞുണ്ടോ ഓട്ടോമാറ്റിക് അത് ആ ഭാഗത്തേക്കാണ്, ആ ജനലിൻ്റെ ഭാഗത്തേക്ക് തിരിയുന്നുണ്ട്. എന്തൊക്കെ ഒരു സംഭവം നൈറ്റ് വിഷനാണ്, അതുകൊണ്ട് തന്നെ മോശം ഡിറ്റക്ടർ ആക്റ്റീവ് ഉണ്ട്. എന്തൊക്കെയാണ് ഫസ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കും ചലനം കണ്ടാൽ. അപ്പോൾ ആ ക്യാമറ ആ ജനലിന് നേരെ ഇപ്പോൾ തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എത്താനോ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ ക്യാമറ ഇവിടെ വെച്ചിട്ട് ഫോൺ നോക്കുകയാണ്. അധികം നേരം നിൽക്കുന്നത് സേഫല്ല. ഇന്നത്തെ വീഡിയോ നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. വൈറ്റ് ഫ്ലോറിൻ്റെ പുതിയൊരു ഗോസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ആഴ്ച മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വൈറ്റ് ഫ്ലോറിൻ്റെ ചാനലിൽ. അന്ന് ഈ വീടിൻ്റെ വീഡിയോ ആണത്. അതായത് ഞാനിപ്പോൾ ചെയ്യാൻ പോണ ലൊക്കേഷൻ. അതായത് ആ വീട് ഫസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോ ഒരുപാട് ആൾക്കാർ അത് സ്വീകരിച്ചു. അതായത് നമ്മളതിൽ ക്രിയേറ്റ് ആയിട്ട് ഒന്നും ചെയ്തില്ല. അതായത് എന്താ പറയുക, ഒരു എഡിറ്റ് ചെയ്ത് വെച്ചതല്ല. അതിന് സൗണ്ട് ആയാലും കാര്യങ്ങൾ എറിയുന്ന കല്ലെടുത്ത് എറിയുന്ന കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്തായാലും ഒരുപാട് ആൾക്കാർ പറഞ്ഞത് ഫേക്കാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ 2 പേരോ ഒരാളോ വന്നാൽ നിങ്ങൾക്കും അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. അതായത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 2ാം ഭാഗം ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 പേര്, ഞാൻ, നിതിന്, പ്രിതിന്, 3 ആളുണ്ട്. എവിടെ പോയി ഞങ്ങൾ 3 പേരാണ് വന്നത്. അപ്പോൾ ഒന്ന് കറക്റ്റ് 10:45. നിതിൻ ടൈം എത്രയായി? അപ്പോൾ ഞാൻ, നിതിന്, പ്രിതിൻ 3 ആളാണ്. ഞങ്ങൾ 3 ആളാണ്. ഇപ്പോഴത്തെ ടൈം കറക്റ്റായിട്ട് ഈ 3 പേര് വന്നിട്ടുണ്ടായിരുന്നു. രാത്രി 8 മണിക്ക് വന്ന് ഇവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നോക്കിയപ്പം എന്താ പറയുക, ഒരുപാട് സൈലൻ്റായിട്ട്, ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ വേറെ അല്ല. അതായത് ഒരു കാറ്റടിക്കുന്നില്ല, ഒരു സൗണ്ടില്ല, ഒന്നുമില്ല, ഒരു ഇല പോലും അനങ്ങുന്നില്ല ഈ ഒരു വീടിന് ആ ലൊക്കേഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഒരു സൗണ്ടും വന്നില്ല, ഒരു സൗണ്ടും കേട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ അത് അപ്ലോഡ് ചെയ്യാത്തതിന് കാരണം അങ്ങനത്തെ എന്താ പറയുക, ഒരു സൗണ്ടോ ബഹളോ ഒന്നുമില്ല, ആകെ സൈലൻ്റ്. ഇന്ന് ഞങ്ങൾ അത് അന്ന് 3 പേര് വന്നുകൊണ്ടായിരിക്കുന്നത് പറയുന്നത്, എല്ലാവരും പറയുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഞാനും പ്രിതിനാണ് വന്നത്. ഇന്നതാ ഇലയൊക്കെ നല്ല കാറ്റാണ്. ഒരു നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള കാറ്റ് തന്നെയാണ് ഈ ഒരു പ്രദേശത്ത്. മലം പ്രദേശമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് അന്നത്തെ ഷൂട്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല വീഡിയോ. അതുകൊണ്ട് തന്നെ ഇന്ന് 2 ആളാണ് വന്നത്. ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞു. അപ്പോൾ 2 ആൾ വന്നാൽ തന്നെ ഞങ്ങൾ ഫസ്റ്റ് അവിടെ പോയി നോക്കി ലൊക്കേഷൻ ഒന്ന് വാച്ച് ചെയ്തപ്പോൾ ഇപ്പോൾ തന്നെ എന്താ പറയുക, കാടിനുള്ളിൽ ഭയങ്കര സൗണ്ട്. പിന്നെ ഇതിന് അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് 2 ആളാണ് വന്നത്. ഇന്ന് ചെയ്യാൻ പോണത് ഒരു പ്രത്യേകത ഉണ്ട് ഈ വീഡിയോക്ക്. ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് വാച്ച് ചെയ്യും. എന്നിട്ട് എന്താ പറയുക, ഇവിടുന്ന് 1-2 ആൾക്കാർ ഞങ്ങളോട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഈ ലൊക്കേഷനിൽ വരരുത്,
ഭാഗത്തേക്ക് രാത്രി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ 1-2 വണ്ടി വന്നപ്പോൾ ഞങ്ങളെ മുന്നിലൊരു വണ്ടി ഉണ്ടായിരുന്നു. അത് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു എങ്ങോട്ടാണ് പോകണം, രാത്രി ഇങ്ങോട്ടൊന്നും വരണ്ട. ഒന്നാമത്തെ മൃഗശല്യമുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതായത് പലരും ഇവിടുന്ന് പേടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ 2-3 ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞ് പോരുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ രാത്രി 8 മണിക്ക് വരുന്നതാണ് നല്ലത്. ഇപ്പോൾ അത്യാവശ്യം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നതാണ്. ഇപ്പം ഈ ഒരു ടൈമിൽ വന്ന് ഷൂട്ട് ചെയ്ത് പോകുന്നതാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് രാത്രി നേരം വെളുക്കുന്നവരെയുള്ള വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ CCTV ക്യാമറ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ CCTV ക്യാമറ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് രാത്രി എന്താണ് ഈ ഒരു വീട്ടിൽ നടക്കുന്നതല്ല, ഫുൾ നൈറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പോകണം. ഒരു നല്ലൊരു അടിപൊളി നൈറ്റ് വിഷൻ ക്യാമറ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നൈറ്റ് വിഷൻ ക്യാമറ എടുത്തിട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ലൊരു ക്യാമറ വണ്ടിയിലുണ്ട്. അപ്പോൾ ആ നൈറ്റ് വിഷൻ ക്യാമറ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോവുക. എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുകയാണെങ്കിൽ അതിൽ ക്യാപ്ചർ ചെയ്യലോ. അപ്പോൾ ക്യാമറ ഇതാണ്. ഇതിപ്പോൾ ലൈവാണ്, ലൈവ് ഷൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്കുള്ള ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ പവർ ബാങ്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ആ ഒരു ക്യാമറ ഞങ്ങളിന്ന് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോകും. നൈറ്റ് വിഷനാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ലൈറ്റിലൂടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഒരു ഇല അനങ്ങിയാൽ അത് കാണാൻ പറ്റും. അപ്പോൾ ടൈമൊക്കെ ഇപ്പോൾ 7 മണിയായി. രാത്രി വൈകിയും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇനി നമുക്ക് നേരിട്ട് എന്താ പറയുക ലൈവായിട്ട് ആ CCTV കാണാൻ പറ്റും. ക്യാമറ അത്രയും ക്ലിയറാണ്, പവർഫുള്ളാണ്. അപ്പോൾ ബാക്കിയുള്ളത് എന്താണെന്നില്ല നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം വീട്ടിലേക്ക്. അപ്പോൾ റോഡ് ഒരു വിജനമായ സ്ഥലമാണ് കേട്ടോ. ഇവിടെ വരുമ്പം തന്നെ ഒരു പേടിയാണ്. കാറ്റൊക്കെ നിന്നില്ലേ. അന്ന് നമ്മൾ വന്നപ്പോൾ ഒരു ഇല പോലും അനങ്ങിയിട്ടില്ല. ഇപ്പോൾ അങ്ങനെ തന്നെ സൈലൻ്റ് ആയിട്ട്. അങ്ങോട്ട് കാറ്റുണ്ട്, അവിടെയൊക്കെ കാറ്റാ. മഴ പെയ്യുമ്പോൾ തോന്നുന്നില്ലേ. ആകെ ഇവിടേക്ക് വരുമ്പോണ്ടല്ലോ ആകെ ഒരു വിറയലും കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയുടെ ചാവിയല്ല. ഇവിടുന്ന് KSEBക്കാർ ഈ ഒരു ഭാഗത്തിലെ മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് അടിക്കില്ല, ഓഫാക്കുക. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ ഭയങ്കര റിസ്ക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാടില്ലായിരുന്നു. ഇതുണ്ടോ ദൈവമേ. അതായത് നമ്മളെ ക്യാമറ ഉണ്ടല്ലോ മോഷൻ ഡിറ്റക്ടറാണ്. മോഷൻ ഡിറ്റക്ടർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. അതായത് എന്തെങ്കിലും ഒരു സംഗതി ആ ക്യാമറന് മുന്നിൽ പെട്ടാൽ ജീവനുള്ള അപ്പം തന്നെ അതിന് ക്യാപ്ചർ ചെയ്ത് നമുക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തരും. അങ്ങനത്തെ ഒരു ക്യാമറ കൂടിയാണ് കേട്ടോ ഇപ്പോൾ വാങ്ങിയത്. അപ്പോൾ നമുക്കിവിടെ പോകാൻ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ദൈവമേ, ഇതിനോട് വരുമോ? ഇതിൽ വരാൻ പറ്റുമോ? വാ ഇവിടെ പെട്ട് അമ്മ ഭയങ്കര റിസ്ക് കേട്ടോ. വരാൻ പറ്റുമോ നോക്കുമ്പോ ഇത് കഴിഞ്ഞാൽ തീർന്നു. അത്രേ ഉള്ളൂ. വാ എൻ്റെ അമ്മ. വാ എന്താ ലാപ്ടോപ്പ് ഇതാ, ശ്രദ്ധിക്കണേ. വാ ഉള്ളിൽ കൂടെ കുനിഞ്ഞു വാ. ഇതിലെ വാ. ഇവിടെ ഇത്രയേറെ റിസ്ക് എടുത്ത് ഇത് കണ്ടോ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ. പിടിക്ക് ക്യാമറ പൊട്ടനെ പിടിക്ക്. അങ്ങനെ പതുക്കെ. എന്താ നടക്കാൻ പോകുന്നതെന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇത് നമ്മുടെ അവസാനത്തെ വീഡിയോ ആണ് ഇവിടുന്ന്. ഇനി നമ്മൾ ഇതിനൊരു എന്താ പറയുക 5ാമത്തെ പാർട്ട് ഇതൊന്നുമല്ല, ഇവിടെ തീർന്നു കേട്ടോ. അങ്ങോട്ട് വരികയെന്ന് പറഞ്ഞാൽ
രാത്രി കാലങ്ങളൊക്കെ ഓക്കെ. ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആകെ ഒരു സൈലൻ്റ് കേട്ടോ, ഭയങ്കര സൈലൻ്റ്. വസ്തുവിന് ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും. ഇതെന്താ തുണി ഇടുന്നു കവർ? എവിടെ വന്നടിച്ച് നോക്കി അങ്ങോട്ട്. അതിനെ വാ, അപ്പുറം പോ, അപ്പുറം പോ, അപ്പുറം പോ. എന്തോ ഷൂട്ട് ചവിട്ടുന്ന ഒരു സൗണ്ട് എന്തോ കരയുന്നു. ഉള്ളിൽ കയറി നോക്കിയാലോ? ടോർച്ച് എടുത്തില്ലേ? ഈ വെളിച്ചം മതി. ടോർച്ച് വേണ്ട, ഈ വെളിച്ചം മതി. ഈ വെളിച്ചം മതി. ടോർച്ച് ചെയ്താൽ വാ. എന്തിനാ നടക്കാൻ വേറെന്താ നോക്കാം. ഓക്കെ പോ, ഒക്കെ പോ. പേടിച്ചാ നിൽക്കുന്നത്. പന്നി നമ്മളേതായാലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പോകട്ടോ. എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടേക്ക് എത്തിയെന്ന് അറിയില്ല. ഏതായാലും അതായത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആ വീടിൻ്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കയറാൻ പോവാണ്. ഓ കൊമ്പ്. ആ വീടിനുള്ളിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കയറാൻ പോകട്ടോ. എന്താ നടക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയും ഇവിടെയൊക്കെ കണ്ടാൽ തന്നെ അറിയാം, പേടിപ്പെടുത്തുന്ന രംഗങ്ങളാണല്ലോ. ഇവിടെ വന്ന് തീർന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 3 ആൾ വന്നപ്പോൾ ഒരു അനക്കവും ഒന്നുമില്ല ഇതിൽ. ശരി, ഒരു കട്ടിലൊക്കെ കാണുന്നുണ്ട്. കട്ടിലുണ്ടോ? ഓർഡർ കിട്ടുമോ? വീട്ടിലൊക്കെ സേഫാ. കയറാം. പേടി. നമുക്ക് അവിടെ കട്ടിലൊക്കെ കാണണ്ടേ? ഡോറൊക്കെ പൊളിഞ്ഞെടുക്കുക. ഇതൊക്കെ ഡോറാണ്. ഡോറൊക്കെ പൊളിഞ്ഞു. ഒരു കട്ടിലുണ്ടാവും. വാവല് ഭയങ്കര വാവലാട്ടോ. ഒരു കട്ടിൽ കാണുന്നുണ്ട് ഇവിടെ. ഒന്ന് പോയി ദേവ ഡോർ ഇവിടെ. എന്താ നിറച്ച് വാവലുണ്ട്. എന്തോ വീട്. ഇല്ലല്ല, ഇവിടെ ഒരു കട്ടിൽ വന്നിട്ട് നോക്കാം. ക്യാമറ വെക്കാം. സെർച്ച് ചെയ്യാൻ ഫസ്റ്റ് എന്തുണ്ട് അവിടെ. റൂമൊക്കെ ഫുള്ള് സാധനങ്ങളാണ്. കസല
എവിടെ പേടിയാടാ, ഒരു പേടി. അമ്മ ഇത്രയും സാധനമുള്ളതേ, കസേരയൊക്കെ നമ്മുടെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട സാധനങ്ങളല്ലേ. എലി ഇവിടെ എല്ലാത്ത സാധനങ്ങളില്ല, എല്ലാ മൃഗങ്ങളുണ്ട് ഇവിടെ. ഇതിനുള്ളിൽ ഇതെന്താ കയറ് തൊട്ടിൽ കിട്ടിയേ, എന്താ എലി, എലി അസ്തം മാത്രമാണ്. എലിയാണത്, എന്താ അത്? ഇതെന്താ പറ്റിയത്? ബാഗ്, എന്തൊക്കെ സാധനങ്ങളാ. ഒരു പാത്രങ്ങളാ. ആ മൂലയ്ക്ക് മാത്രം കറുപ്പ്, ആ മൂലയ്ക്ക് മാത്രം കറുപ്പെന്താ? അങ്ങോട്ട് ഡോറേ, അവിടെ ഇങ്ങോട്ട് ഡോറ്. തല വരെ ആളത് ഉണ്ടോ? ശ്രദ്ധിച്ചാൽ പോകണ്ട, അവിടെ പോകണ്ട. അതെന്താ തോന്നിയത്? അതെന്താ കൂട്? കടന്നല്ല, ആ കടന്നൽ കൂട്. ചമ്മ അതാ കടന്നൽ കൂട് നോക്ക്. ഇപ്പൊ രാത്രി അവിടെ മൊത്തം പുറത്തില്ലട്ടോ, എല്ലാം ഉള്ളിലാതാ. ദൈവമേ, പോവാ. ആ കുത്തിയല്ല മരണം ഉറപ്പാ, മരിച്ചു പോകും ഇവിടെ കിടന്ന്. കടന്നൽ കൂട്. അപ്പോൾ വാവൻ്റെ പ്രശ്നം എന്താ പോലെ? ഇതെന്താ ഹോമം ചെയ്യണ്ട? ഹോമം കൊണ്ട് ഒരു ഡോർ അങ്ങോട്ടേ. അങ്ങനെയാണ് എന്താ ഇതിൻ്റെ റൂം. ഈ ഒരു ലൊക്കേഷൻ മൊത്തം തന്നെ എന്താ എന്തോ ശ്വാസം. കാര്യം ചെയ്യാം, ഇവിടെ വെക്കാം, CCTV ഇവിടെ വെക്കാം. CCTV നമ്മളെ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോട്ടോ. ഈ ഒരു ഹാൾ. ഹലോ, പറഞ്ഞില്ലേ ഇന്ന് രണ്ടാളുള്ളത്, ഭയങ്കര സൗണ്ടാണ്. ഇവിടെ വെച്ചാലോ CCTV? ഇവിടെ വരാം, നിൽക്ക്. ഇവിടെ വെക്ക്, സേഫായി വെക്കാനുള്ള സ്ഥലമാണ്. നാളെ രാവിലെയാണ് ഞങ്ങൾ ഇവിടുന്ന് എടുക്കുള്ളൂ. ഇന്ന് നൈറ്റ് ഫുള്ള് ഈ ഒരു ക്യാമറ, ഇന്ന് നൈറ്റ് ഫുള്ള് ഈ ഒരു ക്യാമറ ഇവിടെ വെക്കാൻ പോവാണ്. ഇതിപ്പോൾ ലൈവാണ്, ലൈവല്ലേ? ലൈവാണ്. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽ എടുത്തിട്ട് നാളെ എന്താണ് ഇതിവിടെ നടക്കാൻ പോകുന്നത്. അതിൽ ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇതിൻ്റെ പ്രത്യേകത മോഷൻ ഡിറ്റക്ടറാണ്. അതായത് എന്തെങ്കിലും ഒരു വസ്തു ഈ ക്യാമറയുടെ മുന്നിൽ കൂടെ ചലിക്കുക അല്ലെങ്കിൽ അനങ്ങുക ചെയ്താൽ അപ്പോൾ തന്നെ ഇത് ആക്റ്റീവ് ആവും. ആ വസ്തു തന്നെ വസ്തുവിൽ തന്നെ ഫോക്കസ് ചെയ്ത് നമുക്കപ്പം തന്നെ ഫുട്ടേജ് അയച്ചു തരും. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ക്യാമറ.
അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ക്യാമറയാണ്. ഇന്ന് ഒരുപാട് എന്താ പറയുക സൗണ്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ ക്യാമറ ഇവിടെ വെച്ചിട്ട് ആ സൈഡ് ക്യാമറ ഉണ്ടോ? ക്യാമറ തിരിയുന്നുണ്ടോ? ഏതൊക്കെ ഹൃദയമിടിപ്പ് കൂടുകയാണ്. എന്താ അറിയോ, ഈ ക്യാമറ തിരിഞ്ഞുണ്ടോ? ഓട്ടോമാറ്റിക് അത് തിരിയുന്നുണ്ട് കണ്ടോ? ആ ഭാഗത്തേക്കാണ്, ആ ജനലിൻ്റെ ഭാഗത്തേക്ക് തിരിയുന്നുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം നൈറ്റ് വിഷനാണ്, അതുകൊണ്ട് തന്നെ മോഷൻ ഡിറ്റക്ടർ ആക്റ്റീവ്ഡ് ആണ്. അത് എന്തെങ്കിലും ഒരു വസ്തുവിന് ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കും ചലനം കണ്ടാൽ. അപ്പോൾ ആ ക്യാമറ ആ ജനലിന് നേരെ ആ ജനലിന് നേരെ ഇപ്പോൾ തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ ക്യാമറ ഇവിടെ വെച്ചിട്ട് പോകാൻ നോക്കുകയാണ്. അധികം നേരം നിൽക്കുന്നത് സേഫ് അല്ല. ഞാൻ ഇന്നത്തെ വീഡിയോയിലൊക്കെ നടക്കുന്ന സൗണ്ട് ഉണ്ട്. ഹലോ, കൈ ചൂടാണ് ഇവിടെ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ ക്യാമറ ഫിറ്റ് ചെയ്ത് പോവുകയാണ്. ഓവർ നേരം ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ക്യാമറയുടെ ക്യാമറ അവിടെ വെച്ചിട്ട് നമ്മൾ ആ ജനലിൻ്റെ മേലെ വെച്ചിട്ട് കറക്റ്റ് ഈ റൂം എന്ത് നടന്നാലും ഈ റൂമും ഈ ഒരു ഭാഗം ഉണ്ടോ, ഈ ഒരു ഭാഗത്ത് തന്നെ എന്ത് നടന്നാലും നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും എന്ത് നടന്നാലും അറിയാൻ പറ്റും. അപ്പോൾ നാളെ നേരം വെളുക്കുന്നവരെ ആ ക്യാമറ ഉണ്ടാവും. ഫുൾ ഷൂട്ടിങ്ങാണ്, ഫുൾ ലൈവായിട്ടാണ്. നമുക്ക് വീട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലോകത്തിൻ്റെ എവിടെ നിന്നും ഈ ഒരു ക്യാമറ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് പോവുകയാണ്.